ചെയ്യുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ടും ഇതാ അവന്റെ ചതിയിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു. എന്നിട്ടും ഇതാ അവന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വർത്തമാനത്തിൽ നിങ്ങൾ ഇതാ പെട്ടുപോയിരിക്കുന്നു. അല്ലാഹു അതാ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അത് ചോദിക്കുകയാണ്. അവിടെ അവരുടെ മറുപടി എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു മുമ്പ് ഇബ്ലീസ് ഒരു തെറ്റ് ചെയ്തു. അഹങ്കാരത്തോടെ അല്ലാഹുവിനെ ധിക്കരിച്ചു. അല്ലാഹു ഇബ്ലീസിനോട് അതിന്റെ കാരണം ചോദിച്ചപ്പോ അന ഖൈറും മിൻഹു ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ഇബ്ലീസ് പറഞ്ഞതെങ്കിൽ ആദം നബിയോടും ഹവ്വാ ബീവിയോടും എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇബ്ലീസിനെയും മനുഷ്യനെയും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണിത്. അവരതാ പറയുകയാണ്, ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവർ രണ്ടുപേരും പറയുകയാണ്, ആദമും ഹവ്വയും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ظلمنا أنفسنا, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. وإن لم تغفر لنا, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, وترحمنا, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യരും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസമാണിത്. മനുഷ്യരായ മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ വലിയൊരു ക്വാളിറ്റിയാണിത്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവരൊരു വൃത്തികേട് ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, അവരത് അടുത്തപടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ദക്കറുല്ലാഹ്, അവരതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ തെറ്റിന് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. പാപം പൊറുക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണിത് പ്രിയപ്പെട്ടവരെ. തെറ്റ് ചെയ്താൽ സമ്മതിക്കുക എന്നത്, ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നോക്കണം. മനുഷ്യൻ അല്ലാഹു നൽകി ഈ ഗുണം നഷ്ടപ്പെടാതെ നോക്കണം. അതുകൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ സ്വീകരിച്ചതും ഇബ്ലീസിനെ ആട്ടിപ്പുറത്താക്കിയതും. ഇബ്ലീസിന് തെറ്റ് വന്നപ്പോൾ അവൻ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തന്റെ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം തന്റെ ശത്രുവായി മനുഷ്യനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തന്റെ തെറ്റിന്റെ കാരണമായി മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇബ്ലീസ് ചെയ്തത്. അഹങ്കാരത്തോടെ തൗബയിൽ നിന്ന് പിന്മാറുകയാണ് ഇബ്ലീസ് ചെയ്തത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ചെയ്തത് ആ തെറ്റ് സമ്മതിക്കുകയും ആ തെറ്റ് ഏറ്റെടുക്കുകയും എന്നിട്ട് ആ തെറ്റിന് വേണ്ടി തൗബ ചെയ്യുകയും ചെയ്തു എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മോട് പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ തൗബയുമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ കയ്യിലുള്ള അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വഴിയിലൊന്നാണ് തൗബ എന്ന് പറയുന്നത്. എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, സ്വന്തത്തോടെ അക്രമം ചെയ്ത എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തങ്ങളോട് അക്രമം ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, പാപങ്ങളെല്ലാം അതെത്ര വലുതാണെങ്കിലും, ആകാശത്തിന്റെ അനന്തതയ്ക്ക് സമാനമാണെങ്കിലും, ഭൂമിയുടെ മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും, കടലിന്റെ നുരകൾക്ക് സമാനമാണെങ്കിലും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണെന്ന് അല്ലാഹു പറയുകയാണ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നെന്താണെന്നറിയുമോ? മനുഷ്യന്റെ മനസ്സിൽ നിരാശയുണ്ടാക്കുക എന്നതാണ്. ഞാൻ ഇത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ റബ്ബിലേക്ക് ഇനി എനിക്കൊരു പ്രവേശനവുമില്ല, എന്റെ റബ്ബിന്റെ മുന്നിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന നിരാശയുടെ ചിന്തകൾ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് വിമോചനത്തിന്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി അവനെ തടയുക എന്നത് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രിയപ്പെട്ടവരെ, ആ ആയുധത്തിൽ നാം ഒരിക്കലും വീണുപോകരുത്. പിശാച് മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നതിന് തൊട്ടറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. മുത്തഖികളായ ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചിന്റെ ഒരു വിഭാഗം അവരിലേക്ക് കടന്നു വരുമ്പോ, ദുർബോധനവുമായി അവരുടെ മനസ്സുകളിലേക്ക് വരുമ്പോ, തദക്കറൂ, അവരതാ ഓർക്കുകയാണ്, ഫഇദാ ഹും മുബ്സിറൂൻ, അവർക്ക് ഉൾക്കാഴ്ചയുണ്ട്, ആ ഉൾക്കാഴ്ച കൊണ്ട് കണ്ടറിയുകയാണ് ഇത് ഇബ്ലീസിന്റെ വസ്വാസാണ്, ഇത് ഇബ്ലീസിന്റെ വസ്വാസാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രംഗത്താണ് പിശാച് ഇടപെടാത്തത്? കുടുംബ വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്നതിന് വേണ്ടി അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇബ്ലീസ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു പള്ളി, ആ പള്ളിയുടെ കമ്മിറ്റിക്കാരുടെ, ആ കമ്മിറ്റി അംഗങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായ ഈഗോ ഉണ്ടാക്കുകയാണ്, അനാവശ്യമായ മത്സരബുദ്ധി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ പ്രബോധനം മുന്നോട്ട് പോകുന്ന ഒരു മഹല്ലിൽ ആ പ്രബോധന പ്രവർത്തനത്തെ മുഴുവനും തകർത്ത് കളയാൻ ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് ഇബ്ലീസ് എടുക്കുന്ന ഏറ്റവും വലിയ അടവെന്ന് പറയുന്നത്, ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാക്കുക എന്നതാണ്, മനുഷ്യന്റെ മനസ്സിൽ അസൂയ ഉണ്ടാക്കുക എന്നതാണ്. എന്നോട് ചോദിക്കാതെ ചെയ്യാൻ അവനാരാണ്? എന്നെ പരിഗണിക്കാതിരിക്കാൻ അവനാരാണ്? ഞാനല്ലേ അവനേക്കാൾ മുന്നേ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് അവനേക്കാൾ സീനിയോറിറ്റി ഉണ്ടല്ലോ, ഞാൻ കണ്ടത്ര സംഘടന ഇവൻ കണ്ടിട്ടുണ്ടോ? ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഞാൻ ഒഴുക്കിയ വിയർപ്പിന്റെ തുള്ളികൾ അവൻ ഒഴുക്കിയിട്ടുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടത്ര അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള ചിന്തകൾ, എന്നിങ്ങനെയുള്ള ആലോചനകൾ മനസ്സിലേക്കിട്ട് പരസ്പരം അസൂയയുണ്ടാക്കി, സ്പർദ്ധയുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, അഹങ്കാരമുണ്ടാക്കി മഹല്ലിലെ പ്രവർത്തനങ്ങൾ തകർത്ത് കളയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്ത വരുമ്പോ, എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോ, പരിപാടി നടക്കുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമ്പോ എന്നെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വേദന നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അത് പിശാചിന്റെ ഇടപെടലാണ്, അത് ശൈത്താന്റെ ഇടപെടലാണ്. അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉമ്മത്തിൽ ഫിർഖുണ്ടാക്കുക എന്നതാണ്, ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതാണ്, നന്മയെ തടയുക എന്നതാണ്, നന്മയെ അവസാനിപ്പിക്കുക എന്നതാണ്, ഉമ്മത്തിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം തടയുക എന്നതാണ്. നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അവന്റെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോ 1000 തവണ സ്വന്തത്തെ പറഞ്ഞ് മനസ്സിലാക്കണേ. അഹങ്കാരത്തോടെ ചിന്തിക്കരുതേ, അസൂയ മറ്റുള്ളവരോട് മനസ്സിലുണ്ടാകരുത്. ഇനി അങ്ങനെ തോന്നിപ്പോയാൽ തന്നെ ഒരിക്കലും തന്നെ ആ ചിന്താഗതികൾക്കനുസൃതമായി നാം പ്രവർത്തിക്കാതിരിക്കുക. നമ്മളൊന്നുമല്ല എന്ന് 1000 തവണ നമ്മെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അല്ലാഹുവിന്റെ വിനീതനായ ഒരു അടിമയാണ്, ഞാൻ ഇവിടെ ഇല്ലെങ്കിലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും, ഉണ്ടാകേണ്ടതെല്ലാം ഉണ്ടാകുമെന്ന് 1000 തവണ നാം നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പിശാച് നിങ്ങളെ സമീപിക്കുമ്പോ, എന്നിട്ട് നിങ്ങളുടെ സഹോദരനെ കുറിച്ചുള്ള വെറുപ്പ് മനസ്സിലുണ്ടാക്കുമ്പോ, നിങ്ങളെ കുറിച്ചുള്ള വലിയ ചിന്തകളും വലിയ ആലോചനകളും അഹങ്കാരത്തിന്റെ ചിന്താഗതികളും മനസ്സിലുണ്ടാക്കുമ്പോ അവൻ ഓർക്കുക, നിങ്ങൾ ഇത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തുക, അള്ളാഹുവിനോട് ശരണം തേടുക, അള്ളാഹുവിനോട് ഇയാലത്ത് നടത്തുക. അള്ളാഹുവിനോട് പറയുക, റബ്ബേ, കാണുന്നവനും കേൾക്കുന്നവനും നീയാണ് റബ്ബേ, ഇബ്ലീസിന്റെ ദുർബോധനത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം റബ്ബേ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്.
മനുഷ്യ മനസ്സുകളിൽ അനാവശ്യമായ ചിന്തകളുടെ വിത്തുവാകിക്കൊണ്ട് അവർക്കിടയിൽ സ്പർദ്ധയും അസൂയയും വിഷവും വമ്മിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളെ തടയാൻ, നല്ല കൂട്ടായ്മകളെ തകർക്കാൻ, ഐക്യത്തെ തകർക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന്, വസ്വാസിൽ നിന്ന് ഞാനിതാ റബ്ബേ നിന്നോട് കാവലിന് തേടുന്നെന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെയല്ല. അതുകൊണ്ട് ആ പിശാചിന്റെ ചതിയെക്കുറിച്ച് മനസ്സിലാക്കുക, അവന്റെ വഞ്ചനയെക്കുറിച്ച് മനസ്സിലാക്കുക. അവസാനം എവിടേക്കാണ് അവൻ നമ്മെ എത്തിക്കുക എന്നറിയുമോ? നരകത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു നമുക്ക് പറയുന്നുണ്ട്, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, പ്രവർത്തനത്തിന്റെ കേടുകൾ മുടക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിചാരണ അവസാനിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, നരകമാകുന്ന ദൗർഭാഗ്യത്തിന്റെ വീടുകളിലേക്ക് അവിടേക്ക് പോകേണ്ട ആളുകൾ ആപതിച്ചു കഴിഞ്ഞാൽ, ആ നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്നൊരു സംസാരമുണ്ട്. ശൈത്താൻ അവിടെ വെച്ച് പറയുകയാണ്, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവൻ പറയുക? ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ഇതാ നിങ്ങളോട് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. സ്വർഗം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ അപരാധങ്ങളായ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിന്മ ചെയ്തവരെ, പുജാരികളെ നരകം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനം നൽകപ്പെട്ടതുപോലെ ഈ പറയുന്ന കുറ്റവാളികൾ നരകത്തിലേക്ക് ആപതിച്ചിട്ടുമുണ്ട്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ദാ നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. വവഅതുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം ഇതാ ഞാൻ ലംഘിച്ചിരിക്കുകയാണ്. ആ വാഗ്ദാനം ഞാൻ ഇതാ ലംഘിച്ചിരിക്കുന്നു. പച്ചയായി പിശാച് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ നാളുകളിൽ അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബാദീ ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകളിൽ പിശാചേ നിനക്കൊരു സ്വാധീനവുമില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് അതാ നരകത്തിൽ വെച്ചത് സമ്മതിക്കുകയാണ്. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളിലേക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ, വ്യഭിചാരത്തിലേക്ക്, ലഹരിയിലേക്ക്, ശിർക്കിലേക്ക്, വിദഅത്തിലേക്ക്, അനാചാരങ്ങളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുക എന്നതിനപ്പുറത്ത് നിങ്ങളിൽ അധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഫസ്തജബ്തും ലീ, നിങ്ങളാണ് എനിക്ക് മറുപടി തന്നത്, നിങ്ങളാണ് എനിക്ക് ഇജാബത്ത് തന്നത്. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവുമില്ല. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞുകൊള്ളുക. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷായുസ് മുഴുവൻ ഇച്ഛകൾക്കനുസരിച്ച് പിശാചിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് സഞ്ചരിച്ച് അവസാനം നരകത്തിലേക്ക് പതിക്കുമ്പോ ഇബ്ലീസ് അതാ കൈമാറുകയാണ്, ശൈത്താനതാ കൈമാറുകയാണ്. കമസലി ശൈത്താൻ ഇദ് ഖാല للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. പിശാചിന്റെ ഉദാഹരണം പോലെ അവനതാ മനുഷ്യരോട് അവിശ്വസിക്കാൻ പറയുകയാണ്, കുഫ്ർ കൽപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ കുഫ്രിലാകുമ്പോ പിശാചതാ പറയുകയാണ്, ഇന്നി ബരീഉ മിൻക, എനിക്ക് നിങ്ങളുമായൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിനെ ഞാനിതാ ഭയപ്പെടുന്നു എന്ന് ഇബ്ലീസതാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശൈത്താനതാ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നന്മയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാ നന്മയുടെ കൂട്ടായ്മയിലും ഫിർഖുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഭിന്നതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇബ്ലീസിനെ തിരിച്ചറിയാനുള്ള ഒരു ബസീറത്ത്, ആ ഇബ്ലീസിനെ തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തെ കടമ്പ അതിലൂടെ തന്നെ നമുക്ക് കടക്കാൻ കഴിയും.
രണ്ടാമതായി മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ദുനിയാവാണ്. ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതയാണ്, ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്, ഇസ്ലാമിന്റെ കീഴിലേക്ക് ഓരോ രാജ്യങ്ങളുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുഷ്ടിയുടെ കീഴിൽ ഇസ്ലാമിന്റെ സാമ്രാജ്യം, അതിന്റെ ഭൂമി ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായി ഇസ്ലാം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരുന്ന വളർച്ചയിൽ സിറിയ എന്ന് പറയുന്ന അന്നത്തെ ഷാമത ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. ഷാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. ആ സിറിയ സന്ദർശിക്കുന്നതിന് വേണ്ടി, ഷാം സന്ദർശിക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടുകയാണ്. ഷാമിന്റെ അതിർത്തിയിൽ ഉമറിന്റെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഷാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഷാമിലുള്ള സിറിയയിലുള്ള ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ സിറിയ പട്ടണത്തിന്റെ, സിറിയ എന്ന മനോഹരമായ നാടിന്റെ സുന്ദരമായ കാഴ്ചകളാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. കൃഷിയിടങ്ങളുള്ള, തോട്ടങ്ങളുള്ള, മുന്തിരിത്തോട്ടങ്ങളുള്ള, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ച. മദീനയുടെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക പച്ചപ്പില്ലാത്ത ഭൂമിയാണ്, നിരന്നു കിടക്കുന്ന ഈത്തപ്പഴത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പാറമടകളാണ് അവിടെ കാണാൻ സാധിക്കുക. എന്നാൽ സിറിയ വ്യത്യസ്തമായിരുന്നു. പച്ചപ്പാർന്ന അരുവികളുള്ള ആ സുന്ദരമായ പ്രദേശം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞു പോകുകയാണ്, ഉമറേ, ഈ നാടിന്റെ ഭരണാധികാരി നീയാണല്ലോ, ഈ നാടിന്റെ ഭരണചക്രം നിന്റെ കയ്യിലാണല്ലോ. ഒരു നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ചെറിയൊരു ഫഖർ ഉണ്ടാവുകയാണ്, ഒരു ചെറിയൊരു താണുണ്ടാവുകയാണ്. ആ നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവത അറിയാതെ പാരായണം ചെയ്യുകയാണ്. എന്തൊരു മനുഷ്യരായിരുന്നു പ്രിയപ്പെട്ടവരവരൊക്കെ. മനസ്സൊന്നറിയാതെ ചഞ്ചലപ്പെടുമ്പോ, മനസ്സൊന്നറിയാതെ ചാഞ്ചാടി പോകുമ്പോ ഉമർദാ സ്വന്തം മനസ്സിനോട് പറയുകയാണ്, മനസ്സേ അടങ്ങുക, ഹൃദയമേ അടങ്ങുക. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഉമറേ, ഈ അധികാരം കണ്ടിട്ട് കണ്ടുമഞ്ഞളിച്ചു പോകരുത്, ഈ സൗകര്യങ്ങൾ കണ്ടിട്ട് മയങ്ങിപ്പോകരുത്. ഉമറിന്റെ ജീവിതം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അധികാരത്തിന്റെ പാരമ്യത്തിലിരിക്കുന്ന സമയത്ത് ഉണക്കറൊട്ടിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് കഴിച്ചിരുന്നത്. അധികാരത്തിന്റെ പാരമ്യത്തിലിരിക്കുമ്പോഴും കൊട്ടാരങ്ങളില്ലാതെ, പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. കീറിപ്പറഞ്ഞ വസ്ത്രമെടുത്ത് ധരിച്ചുകൊണ്ടാണ്, കീറി ഒരുപാട് തുണികൾ വെച്ച് കെട്ടിയ, വെച്ച് തുന്നിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഷാമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അത്ഭുതമാണ് ആ ജീവിതം പ്രിയപ്പെട്ടവരെ. അധികാരം കയ്യിലേക്ക് വന്നപ്പോ ആ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നതിന്റെ കുറെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉമറദ മദീന പട്ടണത്തിലൂടെ നടക്കുകയാണ്. ആ മനുഷ്യൻ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നേരം പോക്കിന് വേണ്ടി നടക്കുന്നതല്ല. അള്ളാഹു തന്റെ കയ്യിൽ ഏൽപ്പിച്ച ദൗത്യമുണ്ടല്ലോ, ഉത്തരവാദിത്തമുണ്ടല്ലോ. ആ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കാതുകൂർപ്പിച്ച് കണ്ണു തുറന്നു വെച്ചുകൊണ്ട് ആ ഭരണാധികാരി നടക്കുകയാണ്. അംഗരക്ഷകരും പാറാവുകാരും ഇല്ലാതെ നടക്കുകയാണ്. ആ രാത്രി തന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി ഉറക്കമൊഴിഞ്ഞ് പകൽ സമയങ്ങളിൽ പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമായിരുന്നു. റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നുമെല്ലാം അവിടുത്തെ ചക്രവർത്തിമാരുടെ ദൂതന്മാർ ഖലീഫ ഉമറിനെ കാണാൻ വരുമ്പോ മരത്തണലിൽ സ്വന്തം കൈ തലയണയാക്കി വെച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ആ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരുടെ ദൂതന്മാർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ജീവിച്ച ഉമർ, അങ്ങനെ ജീവിച്ച ഖലീഫമാർ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഈ ദുനിയാവിനെ കുറിച്ചുള്ള, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചെറിയ ദാഹമുണ്ടാകുമ്പോ, ചെറിയ ആഗ്രഹമുണ്ടാകുമ്പോ അവരുടെ മനസ്സ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഇതുപോലെയുള്ള എത്ര പൂന്തോട്ടങ്ങളാണ്, ഇതുപോലെയുള്ള എത്ര അരുവികളാണ് ഇന്നലെ രാജാക്കന്മാർ ഇവിടെ വിട്ടിട്ട് പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം.
എത്ര കൃഷിയിടങ്ങളാണ്, എത്ര ഉന്നത മണിസൗധങ്ങളാണ് അവർ ഇന്നലകളിൽ വിട്ടുപോയത്. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, എല്ലാ സുഖ സൗകര്യങ്ങളും പഴവർഗ്ഗങ്ങളുമുള്ള എത്ര ഉന്നതമായ അനുഗ്രഹീതമായ സ്ഥലങ്ങളാണ് ഇന്നലകളിൽ രാജാക്കന്മാർ ഇവിടെ വിട്ടേച്ചു പോയത്. പരിശുദ്ധ ഖുർആൻ ഫിറഔനിന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, നമ്രൂദിന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, ഹാറൂന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, ഹാമാന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല. കുബേരന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കഥ പറയാൻ വേണ്ടിയല്ല, ആ ചരിത്രത്തിലൂടെ ഇബ്രത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ്, ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അത് സംസാരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലാ ഹൃദയത്തിലേക്ക് ആ ചരിത്രം ആഴത്തിലിറങ്ങിയത് കൊണ്ടാണ് സിറിയ പട്ടണത്തിന്റെ സൗന്ദര്യം ഒരു നിമിഷം കണ്ണുമഞ്ഞളിപ്പിച്ചപ്പോ അടുത്ത നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക്, അവിടുത്തെ നാവിന്റെ തുമ്പിലേക്ക് ഈ ആയത്തുകൾ കടന്നു വരുന്നത്. എത്രയെത്ര രാജാക്കന്മാർ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം എന്ന് പറയുന്നത്, ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തത എന്ന് പറയുന്നത്. എത്ര വചനങ്ങളിലൂടെയാണ് പടച്ചിറപ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇൽമൂ, നിങ്ങൾ അറിയണേ. വളരെ പ്രധാനമായ ഒരു കാര്യം അല്ലാഹു പഠിപ്പിക്കാൻ പോകുകയാണ്. ഇൽമൂ, നിങ്ങൾ പഠിക്കണേ. അന്നമൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവെന്നാൽ എന്താണ് അല്ലാഹു എണ്ണി പറയാൻ പോകുകയാണ്. ദുനിയാവെന്നാൽ എന്താണെന്ന് നിങ്ങൾ പഠിക്കണേ. 5 കാര്യമായി അല്ലാഹു ദുനിയാവിനെ ചുരുക്കുകയാണ്. ഇത് മാത്രമാണ് ദുനിയാവ്, ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പടച്ചിറപ്പ് സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബു വലഹു വസീനതു വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ലഅബ് കളിയാണ്, ലഹു വിനോദമാണ്, വസീനത്തുൻ സൗന്ദര്യമാണ്, നശ്വരമായ സൗന്ദര്യമാണ്, വതഫാഖുറും ബൈനകും ഫഖ്റാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് നശ്വരമായ സുഖ സൗകര്യങ്ങളുടെ പേരിൽ നിങ്ങൾ നടത്തുന്ന കസുറാണ്. ലഅബും ലഹുവും സീനത്തും ഫഖ്റും കസ്റും മാത്രമാണ് ഈ ദുനിയാവെന്ന് പടച്ചിറപ്പ് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ദുനിയാവെന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ